എന്തിനാ വീട്ടിലേക്ക് പോകാതെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയത്? എന്തോ ഉണ്ടല്ലോ ഞാൻ അറിയാത്ത കാര്യങ്ങൾ. അവൻ്റെ ഉള്ളിൽ സംശയങ്ങൾ കൂടിക്കൂടി വന്നു. അവൻ മെല്ലെ ഗസ്റ്റ് ഹൗസിലെ റൂമിൻ്റെ ജനലിലൂടെ അവിടെ നടക്കുന്നത് എന്തെന്നറിയാനായി എത്തി നോക്കി. അപ്പോൾ കണ്ട കാഴ്ച കണ്ട് അവൻ ഞെട്ടി. അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാഴ്ചയാണ് അവിടെ കണ്ടത്. വാവപ്പെണ്ണ് ഒരുപാട് കരച്ചിലായിരുന്നു. വാവയ്ക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. ഈ കാര്യം കല്യാണിയമ്മ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഗായത്രി വേഗം ഓഫീസിൽ നിന്നും ധൃതി പിടിച്ച് വന്നത്. ഗായത്രിയെ കണ്ടതും കല്യാണിയമ്മ പറഞ്ഞു, മോളെ, അതില്ലേ, കുഞ്ഞിന് നല്ലോണം പനിക്കുണ്ട്. കരച്ചിൽ നിർത്തുന്നേ ഇല്ല. കൊച്ച് ഒന്നും കഴിച്ചിട്ടുമില്ല. നമുക്ക് കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാലോ? അല്ല, മോൾക്ക് ബുദ്ധിമുട്ടായോ വിളിച്ചത്? എനിക്ക് ആ സമയം എന്താ ചെയ്യണ്ടേന്ന് അറിഞ്ഞില്ല. ആരെയെ വിളിക്കണ്ടേ, ആരോടാ പറയണ്ടേന്നൊന്നും. അതാ ഞാൻ മോളെ വിളിച്ചത്. കല്യാണിയമ്മ ഗായത്രിയോട് ചോദിച്ചു. കാരണം ഓഫീസിലെ തിരക്കുകളെക്കുറിച്ച് കല്യാണിയമ്മയ്ക്ക് അറിയാലോ. എന്താ അമ്മ പറയുന്നേ? എൻ്റെ മോളുടെ കാര്യം എനിക്ക് ബുദ്ധിമുട്ടാണെന്നോ? നല്ല കഥയായി. ഞാനാകെ ടെൻഷനായി എൻ്റെ കുഞ്ഞിന് വയ്യാന്ന് കേട്ടപ്പോൾ. പിന്നെ ഞാൻ ആരെയും നോക്കിയില്ല. ഓഫീസിലെ കാര്യം ഒന്നും എൻ്റെ തലയിൽ കൂടെ പോയുമില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ കുഞ്ഞ് മാത്രമായിരുന്നു. ആരോടൊന്നും പറയാനോ ചെയ്യിപ്പിക്കാനോ ഒന്നും നിന്നില്ല. ഇങ്ങോട്ട് നേരെ വന്നു, ഗായത്രി പറഞ്ഞു. എന്നിട്ട് കല്യാണി അമ്മയിൽ നിന്ന് അവളുടെ കുഞ്ഞിപ്പെണ്ണിനെ വാങ്ങി. അമ്മയുടെ മോൾക്ക് വയ്യടാ എന്നു പറഞ്ഞ് കുഞ്ഞിൻ്റെ തലയിലും കഴുത്തിലുമെല്ലാം തൊട്ടു നോക്കി. ചെറിയ ചൂടുണ്ടായിരുന്നു. അതറിഞ്ഞപ്പോൾ അവൾക്കാകെ എന്തോ പോലെയായി. അവളുടെ അമ്മ മനസ്സ് പിടഞ്ഞു. ചെറിയ ചൂടുണ്ടല്ലോ എൻ്റെ കുഞ്ഞിന്. ആ, അതാ മോളെ ഞാൻ പറഞ്ഞത്. നമുക്ക് കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? വേണ്ട, യാത്ര ചെയ്യണ്ട. നല്ല തണുപ്പടിക്കുന്നുണ്ട് പുറത്ത്. എൻ്റെ കുഞ്ഞിന് ക്ഷീണാവും. ഞാൻ നമ്മുടെ ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ട്. അവരിങ്ങോട്ട് വരാ പറഞ്ഞു. ഗായത്രി കല്യാണി അമ്മയോട് പറഞ്ഞു. ഗായത്രി പറഞ്ഞത് കേട്ടതും രുദ്രൻ ആലോചിച്ചു. കുഞ്ഞിന് വയ്യ എന്ന് അച്ഛനായ എന്നോടല്ലേ കല്യാണിയമ്മ വിളിച്ചു പറയേണ്ടത്? എന്തിനാ മാഡത്തിനെ വിളിച്ചു പറഞ്ഞേ? അല്ല, മാഡം ഇതുവരെ എൻ്റെ കുഞ്ഞിനൊന്നും എടുക്കുന്നതോ കൊഞ്ചിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെ പെട്ടെന്ന് എങ്ങനെ മുളച്ചു ഈ സ്നേഹം? എന്തിനാ മാഡം ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഓടി വന്നത് ഇങ്ങോട്ട്? അതിന് മാത്രം എന്ത് ബന്ധമാണ് എൻ്റെ കുഞ്ഞുമായിട്ടുള്ളത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും ഞാൻ അറിയാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഗായത്രിയെയും കല്യാണിയമ്മയും അവൻ നോക്കി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർ എത്തി. എന്നിട്ട് കുഞ്ഞിനെ പരിശോധിച്ചു. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് വന്നതാണ്, അത്ര കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഗായത്രിക്ക് സമാധാനമായത്. കുഞ്ഞിൻ്റെ മരുന്നും അത് കൊടുക്കേണ്ട ക്രമവുമെല്ലാം കല്യാണി അമ്മയോട് ഡോക്ടർ പറഞ്ഞു. അപ്പോഴെല്ലാം കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗായത്രി. കുഞ്ഞാവയാണെങ്കിൽ അവളുടെ അമ്മയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്നിരിക്കുകയായിരുന്നു. ഡോക്ടറെ കല്യാണി അമ്മ യാത്രയാക്കി. മോളെ, എന്താ അമ്മ? അല്ല, കുഞ്ഞുമോൾക്ക് ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് മോള് പൊക്കോ, ഞാൻ നോക്കിക്കോളാം മോളെ, കല്യാണി അമ്മ ഗായത്രിയോട് പറഞ്ഞു. ഇല്ലമ്മ, ഇനി ഞാൻ എന്തായാലും പോകുന്നില്ല. വൈകുന്നേരം വരെ എൻ്റെ മോളുടെ അടുത്തിരിക്കും. മോളെ, അത് അവിടെ തിരക്കില്ലേ? പിന്നെ വർക്കൊക്കെ ഇല്ലേ? രുദ്രൻ വന്നാലോ? അതൊന്നും സാരമില്ലമ്മ. ഞാൻ വിളിച്ചിട്ട് അവന് എന്നത്തെയും പോലെ ഹെവി വർക്ക് കൊടുക്കാം. എനിക്ക് എന്തായാലും ശരി എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തിരിക്കണം. ഓഫീസോ രുദ്രനോ ഒന്നുമല്ല എനിക്ക് ഇമ്പോർട്ടൻ്റ്, എൻ്റെ വാവയാ. അമ്മ അറിയോ, മോൾക്ക് അവളുടെ അമ്മയെ ആവശ്യമുള്ള സമയത്ത് അവൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അവൾക്ക് പറയാൻ പറ്റില്ലെങ്കിലും അമ്മയായ എനിക്കറിയാം എൻ്റെ കുഞ്ഞ് എത്രത്തോളം എന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ എടുത്തപ്പോൾ തന്നെ അവളെ കരച്ചിൽ മാറ്റിയേ. ഈ അവസ്ഥയിൽ എന്തായാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ വിട്ടു പോവില്ല. ഗായത്രി പിടിവാശി എന്ന പോലെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ഇതൊക്കെ കാണുന്ന രുദ്രൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. കാരണം കുഞ്ഞിനെ ഗായത്രി എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അവളുടെ കാര്യത്തിൽ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ.
ഗായത്രി സാരി മാറ്റി കുഞ്ഞിന് പാല് കൊടുക്കാൻ തുടങ്ങി. കല്യാണമ്മ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അത് കണ്ടതും രുദ്രമേലെ തിരിഞ്ഞു നിന്നു. അവൾ പാല് കൊടുത്തുകൊണ്ട് കുഞ്ഞിന് താരാട്ട് പാടുന്നുണ്ടായിരുന്നു. ചന്ദ്രമംഗലം ഗ്രൂപ്പിന്റെ CEO ഗായത്രി ചന്ദ്രശേഖരിൽ നിന്ന് ഗായത്രി ദേവി എന്ന സാധാരണ അമ്മയിലേക്കുള്ള മാറ്റമായിരുന്നു അത്. തൻ്റെ കുഞ്ഞിന് ഇതുവരെ അനുഭവിക്കാൻ സാധിക്കാത്ത അമ്മയുടെ സ്നേഹമാണ് ഗായത്രി അവൾക്ക് നൽകുന്നതെന്ന് രുദ്രൻ തിരിച്ചറിഞ്ഞു. അവൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടി. അപ്പോൾ അവൻ്റെ ഉള്ളിൽ പുച്ഛമായിരുന്നു തോന്നിയിരുന്നത്. ജനിച്ചിട്ട് തൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കാതെ പോയാൽ കുഞ്ഞിന് മുല കൊടുത്താൽ ഭംഗി നഷ്ടപ്പെടും എന്ന് പറഞ്ഞ അവൻ്റെ ഭാര്യയെക്കുറിച്ച് ആലോചിച്ചിട്ട്. അങ്ങനെ അവൻ ജനലിൻ്റെ അവിടെ ഇവരുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് കല്യാണിയമ്മ വന്നത്. കല്യാണിയമ്മ അവനെ കണ്ടതും ഞെട്ടി. ഗായത്രിയും കുഞ്ഞിനെയും ഒരുമിച്ച് കണ്ടാൽ അവരുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ടാലൊക്കെ അവൻ എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ ഓർത്തിട്ട് അവർക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. അവർ നിന്ന് വിയർക്കാൻ തുടങ്ങി. മോനെ അത് എന്ന് പറഞ്ഞ് അവർ വെപ്രാളം പെട്ട് എന്തോ പറയാൻ വന്നതും അവൻ മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. എന്നിട്ട് കല്യാണിയമ്മയും കൊണ്ട് പുറത്തേക്ക് പോയി. ബാക്കി എന്തെന്ന് നാളത്തെ പാട്ടിൽ കാണാട്ടോ. എനിക്ക് വീഡിയോ ഇടാനേ പറ്റിയില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല, പിന്നെ നെറ്റ് കഴിഞ്ഞു, അങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരുന്നു. എന്തായാലും നാളെ വീഡിയോ ഇടാൻ നോക്കാട്ടോ. പിന്നെ ഇത്ര ദിവസം ഇടാത്തത് കൊണ്ട് ഡേവിഡിൻ്റെയും അതായത് ഓഫീസ് പ്രണയം നല്ല ലെങ്ത്തിൽ ഇടാനും നോക്കാവേ. Okay guys, thanks for watching.